ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഡൽഹിയിൽ സുവിശേഷ വേല ചെയ്യുന്ന യഹോവയുടെ ഒരു ദാസനാണ് കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ അച്ചായൻ. വളരെ ദീർഘവർഷങ്ങളായി ബൈബിൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പല സംവാദങ്ങൾ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദശാസ്ത്രജ്ഞനാണ്. വേദപുസ്തക സംബന്ധമായ അറിവുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ചാനലിൽ പലപ്പോഴും അദ്ദേഹം സംവാദത്തിന് വന്നിട്ടുണ്ട്, ഇനി വരികയും ചെയ്യും. എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്. എന്നാൽ അദ്ദേഹം ഒരാരോപണം എന്നെക്കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നെക്കുറിച്ചൊരു ആരോപണം പറയുമ്പോൾ എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടല്ല, സാജു തോമസ് ഒരു യേശു നാമക്കാരനാണ്, അത് വണ്ണസ് തിയോളജി പറയുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഞാനിന്ന് ആ വിഷയത്തെക്കുറിച്ചൊരു മറുപടി പറയുവാനും, പഴയ നിയമത്തിൽ കാണുന്ന യഹോവ ദൈവമാണെന്നും ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തു എന്നുള്ള ഒരു ആശയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലെതിരഭിപ്രായമുള്ള ആളുകൾക്ക് പ്രതികരിക്കാം, വീഡിയോ ഒക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ പ്രതികരണം കേട്ടതിന് ശേഷമാണ് ഇനി രണ്ടാമത്തെ വീഡിയോ ഇറക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വാദം, ഞാനൊരു വണ്ണസ് തിയോളജിക്കാരനാണ്, യേശു നാമക്കാരനാണ് എന്നുള്ളത് ഞാൻ നിഷേധിക്കുകയാണ്. കാരണം ഞാൻ ഒരു ത്രിത്വ വിശ്വാസിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മാവാകുന്ന ത്രിയേക ദൈവം എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്നയാളാണ്. ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചത് അതാണ്. പെന്തക്കോസ്റ്റൽ ചർച്ചുകളിൽ നിന്നും അതിനുശേഷം പിന്നീട് വന്ന ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്നും, ഇവാഞ്ചലിക്കൽ സഭ ഒരു എപ്പിസ്കോപ്പൽ സഭയാണ്, അവിടെ നിന്നും ഞാൻ പഠിച്ചത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം എന്നാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ട്രിനിറ്റി, ത്രിയേകത്വം, ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് ത്രിയേകത്വം മാത്രമേ തെളിയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്നുവരെയും ദൈവത്തിൻ്റെ ത്രിയേകത്വമല്ലാതെ മറ്റൊന്നും ആർക്കും സംവാദത്തിലൂടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കുരുവിള സാമുവേൽ അച്ചായനായിക്കൊള്ളട്ടെ, ഇനി മറ്റാരുമായിക്കൊള്ളട്ടെ, ആർക്കും ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്നുള്ളതല്ലാതെ ഒരു വ്യക്തിക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് ബൈബിൾ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പെന്തക്കോസ്റ്റൽ സമൂഹത്തെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളുണ്ട്. അതിൻ്റെ അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ചതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ മറുപടി ശക്തമായി പറയുന്നതായിരിക്കും. പല ആളുകളും മറുപടി പറയാനായിട്ട് വരും. ഇനി ആരും രംഗത്ത് വന്നില്ലെങ്കിലും ഞാൻ ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്റ്റ് ബ്രദറൻകാരെയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വന്നില്ലെങ്കിൽ ഞാൻ തന്നെ അതിന് മറുപടി പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം പഴയ നിയമത്തിൽ കാണുന്ന യഹോവ, ആ യഹോവ ദൈവമാണോ എന്നുള്ളതാണ് ആദ്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവ അത് ദൈവമാണോ എന്നുള്ളതാണ് ആദ്യം നോക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിന് ആധാരമായ വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നിന്ന് വിവരിക്കുകയും അത് പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം.
ഒന്നാം വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഒന്നാമത്തെ വാക്യമാണ്. രണ്ടാമത്തെ വാക്യം, അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താലാണ് ഓരോ ക്രൈസ്തവനും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ വിശ്വാസത്താലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഞാനോ നിങ്ങളോ കുരുവിളം അച്ചായനോ ഷിബു പീഡിക്കൽ ബ്രദറോ ലോറൻസ് പാസ്റ്ററോ ആരും ആൽബർട്ട് യോഗന്നാൻ ബ്രദറോ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. അങ്ങനെ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വിശ്വാസത്താലാണ് ഞാനും നിങ്ങളും പ്രാപിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും മരണശേഷം മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യന് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ്. ആ അറിവുകൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാനോ നിങ്ങളോ ആരും ദൂതന്മാരെ കണ്ടിട്ടില്ല, ദൈവത്തെയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളത് വിശ്വസിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് 44 വയസ്സുണ്ട്, ഞാൻ ഇന്ന് വരെയും ഒരു ദൂതനെ കണ്ടിട്ടില്ല. എന്നാൽ ദൈവിക ദൂതന്മാരുടെ ഇടപെടലുകളെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. അത് ദർശനങ്ങളിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റ് പല സന്ദർഭങ്ങളിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വലിയ ട്രോളാക്കാനുള്ളതല്ല. അതിനെക്കുറിച്ച് സംശയമുള്ള ആളുകൾക്കുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളെ വിവരിക്കാം. അപ്പം അത് എൻ്റെ അനുഭവമായതുകൊണ്ട് എൻ്റെ അനുഭവത്തെ നിങ്ങൾക്ക് ആർക്കും ഖണ്ഡിക്കാൻ സാധ്യമല്ല. ദൈവിക ഇടപെടലുകളുണ്ടെന്നും ദർശനങ്ങളിലൂടെ ദൈവം അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതും അത് വ്യക്തമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതിൽ ശക്തമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് ദർശനങ്ങളുണ്ട്, വെളിപ്പാടുകളുണ്ട്, ദൈവം മനുഷ്യനോട് ഇന്നും സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്നത് വിശ്വാസം. ഇനി താഴേക്ക് എൻ്റെ വിഷയം വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല, ഞാൻ ആ ആരംഭഭാവം വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താലാണ് ലോകം നിർമ്മിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വചനം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത് പഴയ നിയമത്തിലെ യഹോവ ദൈവമാണോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. എതിർവാദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കാം. വായിക്കാൻ പോവുകയാണ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവം എന്ന് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ കായിൻ ആർക്കാണ് യാഗം കഴിച്ചത്? ദൈവത്തിനാണ് യാഗം കഴിച്ചത്. ഇതാണ് ഈ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ദൈവത്തിനാണ് യാഗം കഴിച്ചത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് നോക്കാം, അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം.
ഓടിച്ചു വിട്ട് ഈ വീഡിയോ കാണരുത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 4-ാം അധ്യായം 4-ാം വാക്യം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? യഹോവ ഹാബേലിനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പോൾ ഈ യഹോവ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. അപ്പോൾ കായീൻ ആർക്കാണ് യാഗം കഴിച്ചത്? അത് ദൈവത്തിനാണ് യാഗം കഴിച്ചത്. ആ ദൈവമാണ് യഹോവ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സംശയമുണ്ടോ ആ വിഷയത്തിൽ ആർക്കെങ്കിലും? ഇത് ഞാൻ പറയുന്നതല്ല, പുസ്തകം പറയുന്നതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവ, ആ യഹോവ ദൈവമാണോ? യഹോവ ദൈവമാണ്. അതാരാണ് പറയുന്നത്? എബ്രായ ലേഖന കർത്താവ് അതിവിടെ വിവരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ യഹോവയെക്കുറിച്ചാണ് ഇവിടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി അടുത്തത്, ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. കണ്ടോ? ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഇനി അടുത്തത് വാക്യം 5, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അപ്പോൾ യഹോവ കായീനോട്, കണ്ടോ? അപ്പോൾ യഹോവ കായീനോട്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി, അവിടെയും യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയോട് നീ കോപിക്കുന്നതെന്ത്, നിൻ്റെ മുഖം വാടുന്നതും എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കായീൻ ഹാബേൽ ആർക്കാണ് യാഗം കഴിച്ചത്? യഹോവയ്ക്കാണ് യാഗം കഴിച്ചത്. ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് പിന്നീട് നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതല്ല കാണാതായി. ഞാനത് ആ ഭാഗം പിടിക്കുകയാണ്. അടുത്തത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇനി അടുത്തത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതും വായിക്കാൻ നമുക്ക് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കണ്ടോ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയോട് ഇടപെട്ടതാരാണ്? യഹോവയാണ്. യഹോവയായ ദൈവമാണ്. ഇനി അടുത്തത് 7-ാം അധ്യായം 1-ാം വാക്യം. അതിനു മുമ്പ് 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വകുടുംബമായി പെട്ടകത്തിൽ കടക്കുക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഇനി അടുത്തത് 8-ാം അധ്യായം 20-ാമത്തെ വാക്യം. അപ്പോൾ ജലപ്രളയമൊക്കെ കഴിഞ്ഞു. 20-ാം വാക്യത്തിലേക്ക് വരുവാണ്. 8-ാം അധ്യായം 20-ാം വാക്യം. നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളും ചിലതെടുത്ത് യാഗത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, എന്താണ്? ഞാൻ മനുഷ്യരുടെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഇതാണ്. ഇനി അടുത്ത വാക്യമാണ് 9-ാം അധ്യായം 1-ാം വാക്യം.
ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തു. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്നു യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നു, അത് താഴെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോഹയെ വിളിച്ചതാരാണ്? അവിടെയാണ് നമ്മൾ വായിക്കുന്നത് 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ അടുത്തത് 9-ാം അധ്യായം 1-ാം വാക്യം, ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. കണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗോഡ്, ദൈവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇനി നമുക്ക് മുമ്പോട്ട് വീണ്ടും പോകാം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. പഴയ നിയമത്തിലെ യഹോവ, ആ യഹോവ തന്നെയാണ് ദൈവം. ആ ദൈവം, ആ യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ കാണുന്ന യേശു ക്രിസ്തു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോഴും ഞാൻ ട്രിനിറ്റിയിൽ ഊന്നിയാണ് സംസാരിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വെളിപ്പെടലുകളെല്ലാം നടത്തിയത് യേശു ക്രിസ്തുവാണ്. മോശ കണ്ടതും അബ്രഹാം കണ്ടതും മനസ്സിലാക്കിയതും എല്ലാം യേശു ക്രിസ്തുവിനെയാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇതിന് എതിർവാദമുണ്ടെങ്കിൽ ഗുരുളാച്ചാനോ ആർക്കാണെങ്കിലും ഇതിനെ ശക്തമായി കണ്ണിക്കാം, വീഡിയോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് വിശ്വാസത്താൽ, വാക്യം 8, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടെ പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരന്യദേശത്ത് പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു. വായിക്കാം. 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, കണ്ടോ, ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന യഹോവ എന്നാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത് ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യഹോവ തന്നെയാണ് ദൈവം എന്നുള്ളത് ഇനി യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, യഹോവ ദൈവമല്ല എന്ന് വാദിക്കുന്ന ആളുകൾ, യഹോവ ദൈവമല്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഇതിന് എന്ത് മറുപടിയാണ് പറയാനായിട്ടുള്ളത്? അപ്പോൾ പിന്നീട് പറയേണ്ടി വരും, ഇന്നലെ ഒരു അച്ചായനെ ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാജു ബ്രദറെ, നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അകത്ത് കുറച്ച് മിസ്റ്റേക്കുണ്ട്, ബൈബിൾ പൂർണ്ണമല്ല. ഒരാൾ പറയുകയാണ്, അതിൻ്റെ അകത്ത് മാനുഷികമായ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്, മനുഷ്യർ ദൈവീകമല്ലാത്ത പല കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് എന്ന് ഒരാൾ പറയുകയാണ്. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ അത് പറയാനായിട്ടല്ല വന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ വരുമ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളെ വേദപണ്ഡിതന്മാർ എങ്ങനെ വ്യാഖ്യാനിക്കും? അവർ പറയും അത് മൂലഭാഷയിൽ അത് എഴുതി വെച്ചത് ഇങ്ങനെയാണ്, എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ. എബ്രായ ഭാഷയിൽ പഴയ നിയമം, ഗ്രീക്കിൽ പുതിയ നിയമം എഴുതപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ എബ്രായ ഭാഷ പഠിക്കണം, ഗ്രീക്ക് പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് വേദപണ്ഡിതന്മാർ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടയിട്ട് പോകുക എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങുക. ഉണ്ടയിടുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങാങ്കുഴി ഇടുന്നതിന് ഞങ്ങൾ മുങ്ങാങ്കുഴി എന്നാണ് പറഞ്ഞത്. മുങ്ങാങ്കുഴി, ഇംഗ്ലീഷിൽ തന്നെ ഡൈവ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. മുങ്ങാങ്കുഴി ഇട്ട് പോകുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചത്. അപ്പോൾ ആരാണ് അബ്രഹാമിനെ വിളിക്കുന്നത്? അബ്രഹാമിനെ വിളിക്കുന്ന യഹോവയാണ്. യഹോവ അബ്രഹാമിനോട് നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക.
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തരും. കണ്ടോ, ഇവിടെ നോക്കിക്കേ, വാക്യം 8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ, കണ്ടോ, അനുസരിച്ച് എവിടെ പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും, കണ്ടോ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. സുഹൃത്തെ, അപ്പോസ്തലന്മാർക്ക്, ബൈബിൾ പുസ്തകങ്ങളായി എഴുതിയവർക്ക് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശുക്രിസ്തു എന്നവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം, അങ്ങനെ തന്നെ പറയാനാണ്. ചില ആൾക്ക് ഈ ത്രിയേകം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് മുങ്ങി രക്ഷപ്പെടാനാണെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ത്രിയേകം എന്ന് എടുത്തു പറയാനുള്ള കാരണം, ഈ ത്രിയേകത്തെ എതിർക്കുന്ന ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഭയങ്കര അനാവശ്യങ്ങൾ എഴുതിവിടുന്ന ഒരു സമൂഹമുണ്ട്. അതിൽ കുറേ ആളുകളുണ്ട്, ഈ യേശുനാമക്കാരുണ്ട്, മറ്റ് പല ആളുകളുണ്ട്, യഹോവ സാക്ഷിക്കാരുണ്ട്, അതുപോലെയുള്ള ആളുകൾ വരെ വളരെ മോശമായ രീതിയിൽ എഴുതിവിടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ വീണ്ടും കമൻറ്റുകൾ എഴുതാൻ ഒരു ആവേശമുണ്ടാകട്ടെ എന്നോർത്തുകൊണ്ടാണ് വീണ്ടും ഊന്നി പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, അടുത്തത് നോക്കിയേ. അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിന് വെളിപ്പെട്ടത് ആരാണ്? യഹോവയാണ്. അത് ഞാൻ പറഞ്ഞല്ല, വേദോസം പറഞ്ഞു. ഇത് എബ്രായ ലേഖനം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇനി അടുത്തത്, ഇനി താഴേക്ക് വരുമ്പോൾ എല്ലാവരും വിശ്വാസത്താലാണ് ഇതെല്ലാം പാലിച്ചു. ഇനി അടുത്തത് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ആ വാക്യത്തിലേക്ക് കടന്നു വരാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ, അത് നമുക്കെടുക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ, മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവജനം, കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ദൈവജനം, ദൈവത്തിൻ്റെ ജനം. ആ ദൈവജനം, അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം ആരാണ്? യഹോവയാണ്. കണ്ടോ, വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ യിത്രോയുടെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ, കണ്ടോ, ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. ഇവിടെ ഒരു ദൂതൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. കണ്ടോ, യഹോവ കണ്ടപ്പോൾ. അപ്പോൾ ഈ യഹോവ തന്നെയാണ് ദൈവം എന്ന് എവിടെയാണ് തർക്കം ആളുകൾക്ക്? യഹോവ തന്നെയാണ് ദൈവം എന്നുള്ളതിന് എനിക്കും തർക്കമില്ല, ബൈബിൾ പഠിക്കുന്ന ഒരാൾക്കും തർക്കമില്ല. പിന്നെ ആർക്കാണ് തർക്കം?
ഇവിടെ എത്ര കൃത്യമായിട്ട് പറഞ്ഞു. അന്നേരം അവർ പറയും മൂലഭാഷയിൽ അതാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിക്കേ, നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നു. ആ ദൂതൻ്റെ സ്ഥാനത്ത് നമ്മൾ അവിടെ കാണുന്നത് പിന്നീട് ആ മുകളിലത്തെ വാക്യം മാത്രമേ വായിക്കുള്ളൂ. ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു. അവിടെ എഴുതിയിരിക്കുകയാണ്. ഇനി ഈ യഹോവയല്ല എന്ന് പറയുന്നവർക്കും ദൈവമല്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയായിട്ട് രണ്ടും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യഹോവ കണ്ടപ്പോൾ, കണ്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ വിളിച്ചു. കണ്ടോ, ഈ യഹോവ തന്നെയാണ് ദൈവം എന്നുള്ളതിന് എന്താണ് സംശയം? ദൈവം അവനെ മുൾപ്പടർപ്പിൽ നിന്ന് വിളിച്ചു. അതിനവൻ ഇതാ എന്നുത്തരം പറഞ്ഞു. അണ്ടർലൈൻ ചെയ്ത് വായിക്കണേ. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകൽ. പോട്ടെ, അടുത്തത് 6-ാം വാക്യം. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നരുളി ചെയ്തു. കണ്ടോ, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. കണ്ടോ, ദൈവത്തെ കണ്ടു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നാം പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വായിക്കാം. യോഹന്നാൻ്റെ കണ്ടോ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പെട്ടത് മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ആരാണ്? യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയാത്തവനാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ കാണാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. പക്ഷേ മോശയ്ക്ക് വെളിപ്പെട്ടത്, അബ്രഹാമിന് വെളിപ്പെട്ടത്, നോഹയ്ക്ക് വെളിപ്പെട്ടത്, ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് വളരെ കൃത്യമായി പറയാനായിട്ട് സാധിക്കും. കണ്ടോ, അതറിയണമെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം വായിക്കണം. മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, മോശയ്ക്ക് ക്രിസ്തുവുമായി എന്താണ് ബന്ധം? ഇതിന് കുരുവളാച്ചായ മറുപടി പറയണം. മോശയ്ക്ക് ക്രിസ്തുവുമായി എന്താണ് ബന്ധം? ഒന്ന് പറയണം. അപ്പോൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടോ, എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. കണ്ടോ, അപ്പോൾ മുകളിൽ പറഞ്ഞ് 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അപ്പോൾ ആരാണ് വെളിപ്പെട്ടത്? ഉണ്ടോ? ഒന്ന് നിങ്ങൾ പഠിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കിതൊന്ന് മനസ്സിലാക്കിത്താ. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഇതൊന്ന് പൊതുജനത്തിനൊന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ഉണ്ടോ? ഇവിടെ പറയുകയാണ്, അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ വിളിച്ചു, മോശേ മോശേ എന്ന് വിളിച്ചു. അപ്പോൾ വാക്യം 6, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. കണ്ടോ? ഇനി അടുത്തത്, ഇനി പിന്നീട് നമ്മൾ കാണുന്നത് യഹോവയായ ദൈവം മോശയുമായി ഇടപെട്ടതും സംസാരിച്ചതും മിസ്രൈം ജനത്തെ വിടുവിക്കുന്നതുമാണ് കാണുന്നത്. ഇനി അടുത്തൊരു വാക്യം 1 കൊരിന്ത്യർക്ക്
എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് നിന്നു. എല്ലാവരും ഒരേ ആത്മീയ ആകാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. കണ്ടോ? പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പറ. ആ പാറ ക്രിസ്തുവായിരുന്നു എഴുതിയിരിക്കുകയാണ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? ഒന്നാലോചിച്ച് നോക്കി. അപ്പം മോശ പറയുന്ന എന്താണ്? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. മോശ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 11-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? ഉണ്ടോ? വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഉണ്ടോ? വാക്യം 26, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഇനി അടുത്ത ഒരു വാക്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ എന്ന് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് കർത്താവിന് വഴി ഒരുക്കുവിൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് വേദപുസ്തകം നമ്മൾ എടുക്കുമ്പോൾ യഹോവ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ലോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ്, കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ എന്താണ് സംബോധന ചെയ്യുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിനും അതുപോലെ മോശയ്ക്കും എല്ലാം വെളിപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇനി ദൈവത്തെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ വിവരിക്കും? നമുക്ക് കർത്താവായ യേശു ക്രിസ്തു തന്ന ഒരു മാതൃകയാണ്. എന്താണ്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. കണ്ടോ? അപ്പോൾ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവിക തൃത്വത്തെ മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തു സ്വയം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്നാൽ യേശുവിന് പറഞ്ഞാൽ പോരായിരുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങളങ്ങ് സ്നാനം കഴിപ്പിച്ചാൽ മതി, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, എനിക്കൊരു പിതാവുണ്ടെന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അബ്രഹാമിനും ഇസഹാക്കിനും അതുപോലെ മോശയ്ക്കും ഒക്കെ വെളിപ്പെട്ടത് യഹോവയായ ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, യഹോവ തന്നെയാണ് യേശു ക്രിസ്തു എങ്കിൽ പഴയ നിയമത്തിൽ യഹോവ ഇത്ര ക്രൂരനായിരുന്നല്ലോ എന്നൊരു ചോദ്യമുണ്ട്, ഇല്ലേ? പഴയ നിയമത്തിലെ യഹോവയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് അധാർമിക കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിളായ ഒരു കാര്യമുള്ളൂ. ദൈവം
ഇസ്രായേൽ യഹൂദ ജാതിയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് എന്തിന് അവരെ തിരഞ്ഞെടുത്തു? അതിന് ഒരിക്കലും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ സ്വന്തം അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഞാൻ ആരെ തിരഞ്ഞെടുക്കണം, ആരെ അയക്കണം എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം ആ ജാതിയിൽപ്പെട്ടവരോടാണ് ഉടമ്പടി ചെയ്തത്. അബ്രഹാമിനോടാണ് ഉടമ്പടി ചെയ്യുന്നത്. എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതൊരു ചോദ്യമല്ല. കാരണം മറ്റെത്രയോ ആളുകൾ ആ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ ദൈവം ആരെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദൈവത്തെ ആര് ചോദ്യം ചെയ്യും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. ഭൂമിയിലെ അനുഗ്രഹത്തെ ഉറപ്പിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയൊരു ജാതിയാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെടും, നീ ഒരനുഗ്രഹ വിഷയമായി തീരും എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. എന്നാൽ അബ്രഹാം അതിൻ്റെ ഇടയ്ക്ക് പോയി ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിക്കാതെ അബ്രഹാം പോയി വേറൊരു പെണ്ണ് കെട്ടി. അതിൻ്റെ ഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവം പറഞ്ഞ കാര്യം ചെയ്യേണ്ടതിന് പകരം ദൈവം പറയാത്ത കാര്യം ചെയ്യാൻ പോയാൽ ഇതല്ല ഇതിലപ്പുറത്തും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കിട്ടുന്ന അടി അമർത്തി തൂത്തോളാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ? കാരണം ഇത് പൂർവ്വപിതാവായ അബ്രഹാം ചെയ്ത ഒരു ദൈവത്തെ അനുസരിക്കാതെ ചെയ്ത ഒരു പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അവൻ നിന്നോട് മത്സരിക്കും, അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് അവരെ തകർക്കാൻ ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളോടുമായി ചേർന്ന് നിന്ന് അവരെ നാമാവിശേഷമാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതല്ലാതെ, അത് എന്ന് പറഞ്ഞാൽ തീവ്രവാദ ചിന്താഗതിയുള്ളവരെ എന്ന് ഞാൻ പറഞ്ഞു, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞു, അവരെ നശിപ്പിക്കുവാൻ ഉത്സാഹിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇതാണ്, യഹോവ ഇത്ര ക്രൂരൻ എന്തുകൊണ്ടായി? അതാണ് പറഞ്ഞു വരുന്നത്. ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. ആ ജാതിയിലുള്ള പിതാവായ അബ്രഹാമിലൂടെ വരുന്ന സന്തതി പരമ്പര, ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തിട്ട് അബ്രഹാമുമായിട്ടാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത്. മനസ്സിലായോ? സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് പ്രധാനമന്ത്രിയാണ്, അല്ലേ? എന്തിനാണ്? ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് ഭരിക്കാൻ. അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. എന്ന് പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിനോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അബ്രഹാമിനോടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും. പക്ഷേ ആ സന്തതിയെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ ജാതികൾക്കെതിരെ വരുന്ന ആക്രമണത്തെ അതിനെ തടുത്തു നിർത്തുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ ജാതിയെ തിരഞ്ഞെടുത്ത ദൈവത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിനോട് മത്സരിക്കുന്നവരെല്ലാം ദൈവത്തിന് മുമ്പിൽ ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത്. പുതിയ നിയമത്തിലെ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ യഹോവ ക്രൂരൻ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ, അവർക്കെതിരെ തിരിക്കുന്ന ശത്രുക്കളെ അശേഷം നിഗ്രഹിച്ച് കളയുക. അവരുടെ സകലതിനും, കുട്ടികളെയും ആടുമാടുകളെയും മൃഗസമ്പത്തും എല്ലാം നശിപ്പിക്കുക. അവരുടെ മുതലുകളൊക്കെ കൊള്ളയടിക്കുക. അവരുടെ കുട്ടികളെയും ഭാര്യമാരെയൊക്കെ നശിപ്പിച്ച് കളയുക. എന്തിനാണ്? ഇസ്രായേലിനോട് എതിർക്കുന്നവൻ എന്നോട് എതിർക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ പക്ഷത്തെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവ ക്രൂരനായിട്ട് നിങ്ങൾക്ക് തോന്നും. പഴയ നിയമത്തിലെ യഹോവ യുദ്ധക്കൊതിയനാണെന്ന് തോന്നും.
പഴയ നിയമത്തിൽ യഹോവ ശൗലിൻ്റെ ഭാര്യമാരെയൊക്കെ എടുത്ത് ദാവീദിന് കൊടുത്തു എന്ന് തോന്നുമല്ല, അത് കൊടുത്തു. അതെന്തുകൊണ്ടാണ്? ദൈവം ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തീകരിക്കാതെ വന്നാൽ നിനക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചും നിന്നെ ദൈവം ഏത് രീതിയിലാക്കും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് പഴയ നിയമത്തിലെ യഹോവ എന്നുള്ളത്, അല്ലേ? ആ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഈ ഒറ്റ വാക്യം മതി. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഉണ്ടോ? ആ പാറയിൽ നിന്നത്ര അവർ ആത്മീയ പാനീയം കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ കാണുന്ന യഹോവ അത് ദൈവമാണ് എന്നും ആ ദൈവം തന്നെയാണ് ഈ ഭൂമിയിൽ കർത്താവായി യേശു ക്രിസ്തുവുമായിട്ട് ഇവിടെ കടന്നു വന്നതെന്നും. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് കേൾക്കുന്ന ലോഡ് എന്നാണ്. ആ ലോഡിനെ തന്നെയാണ് നമ്മളിവിടെ പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് കാണുന്നത്. അപ്പോൾ യേശു ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ യേശു നമുക്ക് തന്നേക്കുന്ന മറുപടി ഇതാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അപ്പോൾ ദൈവത്തിൽ 3 ആളത്തങ്ങൾ കുടികൊള്ളുന്നു എന്നും ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്നതാണ് എന്നും ഉള്ള സന്ദേശം കൊടുത്തത് യേശു കർത്താവ് തന്നെയാണ്. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തെ അംഗീകരിക്കാത്തവൻ യേശു പറഞ്ഞ വാക്കുകളെയാണ് അംഗീകരിക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പഴയ നിയമത്തിൽ അബ്രഹാമിനും മറ്റുള്ളവർക്കും വെളിപ്പെട്ടത് യഹോവയായ ദൈവമാണെന്നും ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇനി ഇതിനെതിരെ ശക്തമായ വീഡിയോകളോ പ്രതികരണങ്ങളോ വന്നാൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇതിന് മറുപടി വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.